ചില അനുഭവങ്ങൾ അങ്ങനെയാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഓർമ്മകൾ മനസ്സിലൊരു ഭയമായി അവശേഷിക്കും. ഇപ്പോൾ എനിക്ക് പ്രായം 16. പക്ഷേ 2 വർഷം മുൻപ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന ആ സംഭവം ഇന്നും എൻ്റെ ഉറക്കം കെടുത്താറുണ്ട്. അതൊരു സാധാരണ രാത്രിയായിരുന്നു. പക്ഷേ അവസാനിച്ചത് ഭീകരമായ ഒരു കാഴ്ചയിലായിരുന്നു. ആ രാത്രിയുടെ തുടക്കം. സമയം രാത്രി 10 മണി. പഠനമുറിയിലിരുന്ന് കെമിസ്ട്രി അസൈൻമെൻറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ. ബോറടിച്ചപ്പോൾ കുറച്ചുനേരം കമ്പ്യൂട്ടറിൽ വീഡിയോകൾ കാണാമെന്ന് വെച്ചു. എൻ്റെ മേശ ജനലിൽ നിന്നും അല്പം മാറിയാണ്. എങ്കിലും പുറത്തെ ചെറിയ ശബ്ദം പോലും എനിക്ക് വ്യക്തമായി കേൾക്കാം. പെട്ടെന്നാണ് പുറത്തെവിടെയോ ഒരു കാലൊച്ച കേട്ടത്. വീഡിയോയിലെ ശബ്ദമായിരിക്കുമെന്ന് കരുതി ഞാനത് അവഗണിച്ചു. പക്ഷേ അസൈൻമെന്റ് വീണ്ടും തുടങ്ങിയപ്പോൾ രണ്ടാമതും ആ ശബ്ദം കേട്ടു. മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, അത് വെറും തോന്നലാണ്. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു ചിരി മുഴങ്ങി. വളരെ അടുത്തായി ആരോ ചിരിക്കുന്നത് പോലെ. ഞാൻ വേഗം ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പക്ഷെ അവിടെ ഒന്നുമുണ്ടായിരുന്നില്ല. വിജനമായ പറമ്പ് മാത്രം. പേടി തോന്നി ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അദ്ദേഹം പഠനമുറിയിലായിരുന്നു. നടന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ ചിരിച്ചു തള്ളി. നിനക്ക് തോന്നുന്നതാണ്, കമ്പ്യൂട്ടറിലെ ശബ്ദമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. ഒടുവിൽ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ടോർച്ചുമെടുത്ത് അദ്ദേഹം പുറത്തേക്ക് പോയി. തിരിച്ചു വന്ന അച്ഛൻ പറഞ്ഞു, അയൽവാസി ഗാരേജിൽ എന്തോ ജോലി ചെയ്യുന്നുണ്ട്, അതിൻ്റെ ശബ്ദമായിരിക്കും നീ കേട്ടത്. പക്ഷെ ആ ചിരി, അതെങ്ങനെ അയൽവാസിയാവും? എങ്കിലും പേടി പുറത്തു കാണിക്കാതെ ഞാൻ ഉറങ്ങാൻ തയ്യാറെടുത്തു. സമയം പുലർച്ചെ 3 മണി. കനത്ത നിശബ്ദത. ഞാൻ ഗാഠനിദ്രയിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഏതോ ഒരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിയുണർന്നു. അതെ, ചിരി. എൻ്റെ ജനലിന് തൊട്ടടുത്ത് നിന്നും വീണ്ടും ആ ശബ്ദമുയരുന്നു. വീട്ടിലെല്ലാവരും ഉറക്കത്തിലാണ്. ഞാൻ പതുക്കെ എഴുന്നേറ്റ് ഫോണിലെ ടോർച്ച് തെളിച്ചു. ജനലിന് നേരെ വെളിച്ചമടിച്ച ഞാൻ കണ്ട കാഴ്ച എൻ്റെ രക്തം മരവിപ്പിച്ചു കളഞ്ഞു. ജനൽ ചില്ലിൽ മുഖമമർത്തിക്കൊണ്ട് ഒരു സ്ത്രീ പുറത്തു നിൽക്കുന്നു. അവളുടെ മുഖം മുഴുവൻ രക്തമായിരുന്നു. ചോര കലങ്ങിയ കണ്ണുകളും വന്യമൃഗങ്ങളുടേതുപോലെ കൂർത്ത പല്ലുകളും. നിശബ്ദമായി അവൾ എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ അപ്രത്യക്ഷമായി. എൻ്റെ നിലവിളി കേട്ട് അച്ഛനും അമ്മയും ഓടി വന്നു. ഞാൻ അവരോട് കരഞ്ഞു പറഞ്ഞു. പക്ഷെ അപ്പോഴും അവരത് വിശ്വസിച്ചില്ല. നീ സ്വപ്നം കണ്ടതാണ് എന്നു പറഞ്ഞ് അവരെന്നെ നിർബന്ധിച്ചുറക്കി. മറക്കാനാവാത്ത തെളിവ്. അടുത്ത ദിവസം രാവിലെ എൻ്റെ അനിയനും കസിനും മുറ്റത്ത് കളിക്കുകയായിരുന്നു. എൻ്റെ മുറിയുടെ ജനലിന് താഴെയായി അവരൊരു വെള്ള തുണിയും ഒരു ഫോട്ടോയും കണ്ടു. ആ ഫോട്ടോ കണ്ട നിമിഷം ഞാൻ തിരച്ചുപോയി. അതിരാത്രി ഞാൻ കണ്ട അതേ സ്ത്രീയുടെ ഫോട്ടോ ആയിരുന്നു. അതേ ഭീകരമായ കണ്ണുകൾ. ആ ഫോട്ടോയും തുണിയും അവിടെ എങ്ങനെ വന്നു? അവൾ ആരായിരുന്നു? എന്തിനാണ് എൻ്റെ ജനലിൻ്റെ മുന്നിൽ വന്നത്? അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. പക്ഷേ ആ ചോദ്യങ്ങൾ ഇന്നും എൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ട്. ഇന്നും രാത്രിയിൽ ജനലിലൊരു ശബ്ദം കേട്ടാൽ ഞാൻ അറിയാതെ ഭയന്നു പോകും. ഇതൊരു കഥയല്ല, എൻ്റെ ജീവിതത്തിൽ നടന്ന സത്യമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചില രാത്രികൾക്ക് നമ്മളറിയാത്ത ഭീകരമായ മറ്റൊരു മുഖം കൂടിയുണ്ട്.